ഇന്ന് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ഭഗവത്ഗീത ആണ്. ഭഗവത്ഗീത ഒരു യോഗ ടെക്സ്റ്റ് ആണെന്ന് അതിൽ തന്നെ പറയുന്നു. ഓരോ അധ്യായം കഴിയുമ്പോഴും ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായ എന്ന് ആണ് ആദ്യത്തേന് പറയുക. അതുപോലെ ഓരോ അധ്യായത്തിന്റെ അവസാനത്തില് ഇത് യോഗശാസ്ത്രമാണ്. ഉപനിഷത്സു എന്നാണ്, ഉപനിഷത്തുകൾ എന്നാണ് പറഞ്ഞത് ഭഗവത്ഗീതയെ. എന്നാൽ മൊത്തം കൂടിയിട്ട് ഒരു യോഗശാസ്ത്രം എന്നുള്ളതിന് ബഹുവചനമില്ല, ഉപനിഷത്ത് എന്നുള്ളതിന് ബഹുവചനമുണ്ട്. അതായത് ഭഗവത്ഗീത കുറേ ഉപനിഷത്തുകളാണ്, എന്നാൽ ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ യോഗശാസ്ത്രം എന്ന് അതിൽ ഭഗവത്ഗീത തന്നെ പ്രഖ്യാപിക്കും. എൻ്റെ ജീവിതത്തില് ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് ബാലഗംഗാധര തിലകൻ എഴുതിയ ഗീതാരഹസ്യം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ഒരു വലിയ ഗ്രന്ഥമാണ്. അത് ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച് വായിച്ചൊരു ഗ്രന്ഥം, ഏറ്റവും ആദ്യം വായിച്ചതെന്ന് പറയാം. അതുകൊണ്ട് ഇൻട്രഡക്ഷനിലേക്ക് കടക്കുന്നില്ല, നമുക്ക് അത്രയും സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു യോഗ ദൃഷ്ടിയിൽ 4 യോഗങ്ങൾ വിവേകാനന്ദനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ്. അതേപോലെ എസ് വ്യാസ യൂണിവേഴ്സിറ്റിയും അവരുടെ സിലബസ്, അതിൽ ആദ്യത്തെ YIC എന്ന് പറയുന്നതിന്റെ സിലബസിൽ ഈ യോഗ, ഭഗവത്ഗീത ബേസ്ഡ് ആയിട്ടുള്ള 4 യോഗങ്ങൾ, അതായത് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, രാജയോഗം എന്ന് ആ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള ഭഗവത്ഗീത 4 യോഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് എന്നുള്ള ആ ദൃഷ്ടിയിലാണ് ഞാൻ ഇന്ന് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. യോഗശാസ്ത്രം എന്നുള്ള നിലയിൽ ആദ്യം ഇതിനെ ഞാൻ ജ്ഞാനയോഗത്തിലേക്ക് കിടക്കാം. 15 മിനിറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പം 36 നോക്കാം. അപ്പൊ ആദ്യം ഇതിനെ ഒരു ജ്ഞാനയോഗത്തിന്റെ ദൃഷ്ടിയിൽ കണ്ടാൽ എങ്ങനെയിരിക്കും? ഗീതയിൽ 4-ാം അധ്യായത്തില് അഭിചേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. 4-ാം അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം. വേണങ്ങളെ കുറിച്ച് വെച്ചോളാം, പിന്നെ നിങ്ങൾ നോക്കും. അതില് പറയുന്നത്, നീ എത്ര പാപിയായാലും തിരക്കില്ല, പാപികളിലും പാപിയായാലും തിരക്കില്ല, എല്ലാ പാപങ്ങളും ജ്ഞാനപ്ലവം കൊണ്ട്, ജ്ഞാനമാകുന്ന തോണി, ഇപ്പൊ ഈ പാപസമുദ്രത്തെ നിങ്ങൾക്ക് ജ്ഞാനമാകുന്ന തോണി കൊണ്ട് കടന്നു വെക്കാം, മറുകര കാണാം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കും. ജ്ഞാനമാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്നുള്ള ദൃഷ്ടി. ഞാൻ ഇതിവിടെ പറയെങ്കിലും ഓരോ യോഗം വരുമ്പോൾ അതാണ് ഏറ്റവും ഉത്തമം എന്ന് ഞാനും പറയും. എങ്കിലും അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം കുറയുന്നില്ല. അപ്പൊ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് എല്ലാ പാപങ്ങളെയും, എല്ലാ പാപസമുദ്രത്തെ മറുകര കാണാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയും. അത് ഈ ജ്ഞാനം എങ്ങനെ കിട്ടും? ഇതിലെ ശിഷ്യന്റെ ലക്ഷണം എന്താണ്? ഗുരുവിന്റെ ലക്ഷണം എന്താണ്? ജ്ഞാനത്തിന് അത് പ്രധാനമാണ്, ഗുരുവാണല്ലോ പ്രധാനം. അപ്പൊ ഗുരുവിന്റെ അടുത്തുനിന്ന് എങ്ങനെ ജ്ഞാനം വാങ്ങണം? ആരാണ് ഗുരു? അത് അതേ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്ത് പറയുന്നു. തത് വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ.
ഇത് ശിഷ്യന്റെ ലക്ഷണവും കൂടിയാണ്. തദ്വിദ്ധി, ആ അറിവ് നേടണം. എങ്ങനെ? പ്രണിപാതേന. പ്രണിപാതം, നമസ്കാരം, അടിപണിയുക എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അങ്ങ് സർവസ്വവും ഗുരുവിനെ വിശ്വസിച്ച് ഗുരുവിൽ സമർപ്പിക്കുക. സർവ്വതും അങ്ങനെ സർവ്വതും സമർപ്പിച്ച് ഒരു ശരണം പ്രാപിക്കുക ഗുരുവിന്. അതാണ് പ്രണിപാതേന. പിന്നെയോ പരിപ്രശ്നേന. പരിപ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നം ചോദിക്കണം. ഗുരു എല്ലാം അറിഞ്ഞു പറയില്ലേ എന്ന് വിചാരിക്കും. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് ചോദിക്കുക എന്നുള്ളത് ശിഷ്യന്റെ ലക്ഷണത്തിൽ പെടും. ഗുരുവിൽ സർവസമർപ്പണം, അതേപോലെ ചോദ്യം ചോദിക്കാനുള്ള സാമർഥ്യം, അതിന്റെ ഒരു മനസ്സ്. അത് സേവയാ, മൂന്നാമത്തെ ലക്ഷണമാണ്. എന്താണ് സേവയാ? ഗുരുവിനെ ശുശ്രൂഷിക്കും, അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കും. ഇവൻ എനിക്ക് അടിപ്പെട്ടവനാണ് എന്നുള്ള ബോധം വരുത്തണം. സേവയ, സേവനത്തിലൂടെ. അപ്പൊ അങ്ങനെ ഗുരു ശുശ്രൂഷയാ. അതേപോലെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഗുരുവിന് സർവം അടിപണിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവനാണ് ശിഷ്യൻ. അപ്പോഴെന്ത് ചെയ്യും? ഗുരു ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം, നിനക്ക് ജ്ഞാനം ഉപദേശിക്കും ഗുരു. ആരാണ് ഗുരു? ജ്ഞാനിനഹ, ജ്ഞാനികൾ. പിന്നോ തത്വദർശിനഹ, തത്വദർശികളായിരിക്കും, തത്വത്തെ ദർശിച്ചവരായി. വെറും ജ്ഞാനം മാത്രം പോരാ, അതില് അനുഭൂതി ഉണ്ടാകും. അപ്പൊ ജ്ഞാനവും അനുഭൂതിയുമുള്ള വ്യക്തിയാണ് ഗുരു. അദ്ദേഹത്തിന് അടിപണിഞ്ഞ് ചോദ്യം ചോദിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ തന്നെ നിൽക്കുന്നവൻ ശിഷ്യൻ. ഇത് ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ്, ഗുരു ശിഷ്യ ബന്ധം. ഇനി തത്വം എന്താണ് ജ്ഞാനം എന്നുള്ളത് ഗീതയുടെ 2-ാം അധ്യായത്തിൽ വരുന്നു. പലപ്പോഴും 2-ാം അധ്യായത്തിലാണ് കൂടുതൽ ജ്ഞാനത്തെ പറ്റി വരുന്നത്. ന ജായതേ മ്രിയതേ വാ കദാചിത്. ന ജായതേ, അത് ജനിക്കുന്നില്ല. ന മ്രിയതേ, മരിക്കുന്നില്ല. ഏത്? യഥാർത്ഥത്തിലുള്ള വസ്തു, അതിന് ജനനവും മരണവുമില്ല. കഥ ന അയം ഭൂത്വാ ഭവിതാവാ ന ഭൂയ. അവൻ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കാരണം ഇപ്പോഴേ ഉള്ളതാണ്. അപ്പോ സത്ത് എന്ന് പറഞ്ഞാൽ അത് നിരന്തരമാണ്, അതിന് ഒരിക്കലും നാശമില്ല എന്ന് പറഞ്ഞു. അജഹ നിത്യഃ ശാശ്വതഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ. അജനാണ്. ജ എന്ന് പറഞ്ഞാൽ ജനിക്കുക. അജ, ജനിക്കാത്തവനാണ് ഒരിക്കലും. നിത്യനാണ്, എല്ലാ കാലത്തുള്ളവൻ. ശാശ്വതനാണ്, എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നവൻ. പുരാണനാണ്, പണ്ടേ ഉള്ളയാളും. നഹന്യതേ ഹന്യമാനേ ശരീരേ, ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ, അല്ല ശരീരം മരിച്ചാലും ശരീരത്തിനെ കൊന്നാലും നഹന്യതേ, അവ മരിക്കുകയില്ല. ആത്മാവിന് മരണമില്ല, ശരീരം മാത്രമേ മരിക്കുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെയുള്ള ആളെ കം ഘാതയതി ഹന്തികം, അങ്ങനെയുള്ള ആത്മാവിനെ ആര് കൊല്ലും? ആര് കൊല്ലപ്പെടുന്നു? രണ്ടുമില്ല. അച്ഛേദ്യോയം, അവനെ ഛേദിക്കാൻ പറ്റില്ല, അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല, അതിനെ ഉണക്കാൻ പറ്റുകയില്ല. നക്ലേദ്യോ അശോഷ്യ ഏവച, അത് അതിനെ കുതിർക്കാനും പറ്റില്ല, വരട്ടാനും പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾക്കും അതിനെ ഒന്നും ചെയ്യാൻ.
വെള്ളം കൊണ്ട്, വായു കൊണ്ട് ഒന്നും അതിന് നാശമുണ്ടാക്കാൻ പറ്റുകയില്ല. അപ്പം ത്രിഗുണങ്ങള് സത്വം രജസ് തമസ് ത്രൈഗുണ്യ വിഷയ വേദ, എല്ലാ അറിവും ത്രിഗുണങ്ങളുടെ വിഷയങ്ങളാണ്. എന്നാൽ ഈ ത്രിഗുണങ്ങളെ കടന്നു വെക്കുന്നവനാണ് ജ്ഞാനി. നിസ്ത്രൈഗുണ്യ ഭവ നിർദ്വന്ദ്വ. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ ഇരട്ട. നേരത്തെ ഇന്നലെ കഴിഞ്ഞ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ദ്വന്ദ്വം. കറുപ്പ് വെളുപ്പ്, പിന്നെ എരു മധുരം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഉഷ്ണം തണുപ്പ്, തണുപ്പ് ഉഷ്ണം, ഇങ്ങനെ രാത്രി പകൽ, ഇതൊക്കെ ദ്വന്ദ്വം. നിർദ്വന്ദ്വ, അറിവുള്ളവന് ദ്വന്ദ്വങ്ങൾ പാകം. നിർയോഗക്ഷേമ ആത്മവാൻ. അപ്പൊ യോഗവും ക്ഷേമവും ഇല്ലാത്തവനാണ്. അതായത് ഒന്നും യോഗം സമ്പാദിച്ചു വെക്കുന്നില്ല, ഒന്നിനെയും സംരക്ഷിക്കുന്നില്ല, വന്ന പോലെ അങ്ങോട്ട് അനുഭവിക്കും. അവനാണ് ജ്ഞാനി. ഇനി ധ്യായതോ വിഷയാൻ പുംസഹ, ഒരു പ്രത്യേക തരം ഒരു ശ്ലോകമാണ്. ഈ നമ്മള് എങ്ങനെയാണ് ഈ അറിവിൽ നിന്ന് അകന്ന് അബദ്ധത്തിൽ പെടുന്നത് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ടൊരു ശ്ലോകമാണ്. ധ്യായതോ വിഷയാൻ പുംസഹ. വിഷയങ്ങളെ, വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, മൂക്കുകൊണ്ട്, ഇങ്ങനെയുള്ള എല്ലാം വിഷയങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്നതിനെയാണ് വിഷയം എന്ന് പറയുന്നത്. ആ വിഷയത്തെ ധ്യാനിച്ചാൽ എന്തുണ്ടാവും? സംഘസ്തേഷു ഉപജായ, അതില് നമുക്ക് ഒരു സംഘം, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അപകടത്തിൽ പെടുന്നതിന്റെ ഒരു മാർഗമാണ് ഇവിടെ പറയുന്നത്. ഈ വിഷയങ്ങളെ, പുറത്തുള്ള വസ്തുക്കളെ ധ്യാനിച്ചാൽ അതിനോടൊരു അറ്റാച്ച്മെന്റ്, അത് വസ്തു ആയാലും വ്യക്തി ആയാലും ഉണ്ടാകും. സംഘാത് സഞ്ജായതേ കാമഹ, അപ്പോ അതിൽ നിന്ന് കാമമുണ്ടാകും. ഈ സംഘം കൊണ്ട് സംഘാത് സഞ്ജായതേ കാമ, അതായത് ഈ വിഷയങ്ങള്, പിന്നെ അതിൽ അറ്റാച്ച്മെന്റിൽ നിന്ന് അതിനോടൊരു ആസക്തി, അതെനിക്ക് കിട്ടണം, എനിക്ക് അനുഭവിക്കണം എന്ന് തോന്നുക. ഏത് വ്യക്തിയായാലും വസ്തുവായാലും. കാമാത് ക്രോധ, ആ കാമം വന്നാലേ അതിൽ നിന്ന് ക്രോധം ഉണ്ടാവും. എങ്ങനെ? അത് കിട്ടാതിരുന്നാൽ നമുക്ക് ക്രോധം വരും. കിട്ടിയാലും പിന്നെയും പിന്നെയും വേണം തോന്നും. അവസാനം ക്രോധത്തിലാണ് അത് അവസാനിക്കും. ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധം കൊണ്ട് സമ്മോഹം ഉണ്ടാകും. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ മോഹമല്ല, ബോധക്കേട് എന്നാണ് മോഹാലസ്യം എന്ന് പറയുന്നത്. സമ്മോഹം, സമ്മോഹാത് സ്മൃതി വിഭ്രമ. അങ്ങനെ മോഹമുണ്ടാകുമ്പോൾ നമ്മുടെ ഓർമ്മ വേണ്ടത്ര ഉണ്ടാവും. ഈ ദേഷ്യത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ദേഷ്യം വന്ന് നല്ലോണം ദേഷ്യം വരുമ്പം നമുക്ക് ഒരു ബോധക്കേട് മാതിരിയാണ്. അപ്പം പഴയതൊന്നും ഓർമ്മയുണ്ടാവും. അങ്ങനെയുണ്ടല്ലോ, ചില ആളെ നമ്മൾ കാണുന്നത് ഭയങ്കര ദേഷ്യം വന്നാൽ എത്ര വലിയ ആളായാലും ചില ആളങ്ങ് അബദ്ധത്തിൽ ചീത്തപറയൊക്കെ ചെയ്യും. സ്മൃതി വിഭ്രമം. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം. ഇങ്ങനെ സ്മൃതി പോയാൽ തന്റെ ബുദ്ധി നശിക്കും, യഥാർത്ഥ ബുദ്ധി ഇല്ലാണ്ടാവും. ബുദ്ധിനാശാത് പ്രണശ്യ, ബുദ്ധിനാശം കൊണ്ട് സർവനാശമാണ് ഫലം. അപ്പോ അതിൽ നിന്ന് മോചനം നേടണം. എന്നിട്ട് എന്ത് വേണം? ദുഃഖേഷു അനുദ്വിഗ്ധ മനഃ, ദുഃഖത്തിൽ യാതൊരു ഉദ്വേഗവും പാടില്ല, പരിഭ്രമം പാടില്ല. സുഖേഷു, സുഖം വന്നാലോ അതിൽ കൂടുതൽ മുഴുകാനും പാടില്ല. വീതരാഗ ഭയ ക്രോധ, രാഗം എന്ന് പറഞ്ഞാൽ അതിനോട് അറ്റാച്ച്മെന്റ്, ഭയം, ക്രോധം, ഇതൊക്കെ കളയണം. സ്ഥിതധീ, അവന്റെ ബുദ്ധി ഉറച്ചതായിരിക്കും. അവനെയാണ് മുനി എന്ന് പറയുന്നത്. അപ്പം ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി
എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള എന്താണ് പറയാ, തൽക്കാലത്തേക്കുള്ള, എല്ലാ കാലത്തും നിൽക്കാത്ത അനിത്യമായിട്ടുള്ള കാര്യങ്ങളെ വിട്ട് നിത്യമായ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നാണ് ഈ ജ്ഞാനയോഗത്തിന്റെ ഒരു താല്പര്യം. അതിൽ ഓങ്കാര സാധന കിട്ടും. ഒരു ശ്ലോകം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം എന്താണ്? 4-ാം അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആർക്കാണ് ജ്ഞാനം കിട്ടുക? ശ്രദ്ധാവാൻ, ശ്രദ്ധയുള്ളവൻ. തത്പരഃ സംയതേന്ദ്രിയഃ, തത്പരനായിരിക്കണം, അതിന് താല്പര്യം ഉണ്ടായി, കുറച്ച് അത് തന്നെ വേണം തോന്നും. സംയത ഇന്ദ്രിയഃ, തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് അവണം. അങ്ങനെ വന്നാല് അവന് ജ്ഞാനം കിട്ടും. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം, പരമമായ ശാന്തി അചിരേണ അധിഗച്ഛതി. അചിരേണ, വേഗത്തിൽ കിട്ടും, ചിരകാലം കാത്തു നിൽക്കണ്ട, അചിരേണ, പെട്ടെന്ന് തന്നെ കിട്ടും. ഇതാണ്, ഇങ്ങനെയുള്ള ജ്ഞാനാവസ്ഥയാണ് ബ്രാഹ്മീ സ്ഥിതി വാർത്ത. ആ ബ്രാഹ്മീ സ്ഥിതിയിൽ എത്തിച്ചേരാനുള്ള പരിശ്രമമാണ് ജ്ഞാനയോഗം. അത് ഭഗവത്ഗീതയിലെ കുറെ ശ്ലോകങ്ങൾ ഞാൻ ചില ഭാഗത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഇനി ഇപ്പൊ ജ്ഞാനയോഗം കഴിഞ്ഞ് നമുക്ക് സമയം ഇത്രയുള്ളൂ. അടുത്തത് കർമ്മയോഗം. അപ്പോ അർജുനന്റെ ചോദ്യം, കർമ്മത്തിൽ നിന്ന് നമുക്ക് വിട്ടുപോകാൻ പറ്റൂ പിന്നെ എന്നൊക്കെ ചോദിച്ചപ്പോഴ് ആണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് കർമ്മത്തിനേക്കാളും ജ്ഞാനമാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അർജുനൻ ചോദിക്കുകയാണ്, ജായസി ചേത് കർമ്മണസ്തേ മത ബുദ്ധിർജനാർദ്ദന. ഹേ കൃഷ്ണ, ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനമാണ് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമെങ്കിൽ നീ എന്തിനാണ് എന്നോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്? യുദ്ധം കർമ്മമല്ലേ എന്നാണ്. അപ്പോ നമ്മൾ കർമ്മയോഗത്തിനാണ് ഇവിടെ പ്രാധാന്യമേ, അതുകൊണ്ട് അതിന്റെ പറ്റിയ ശ്ലോകങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ന കർമ്മണാമരാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണേ. ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മം തുടങ്ങാതെ, കർമ്മത്തിൽ ആരംഭിക്കാതെ നൈഷ്കർമ്മ്യം, കർമ്മമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. ധ്യാനവും ഒരു കർമ്മമാണ്, അതേപോലെ ജപവും ഒരു കർമ്മമാണ്. ഇപ്പൊ കർമ്മം ഏതെങ്കിലും തരത്തിലുള്ള കർമ്മം ചെയ്യാണ്ട് കർമ്മമില്ലാത്ത അവസ്ഥയിൽ എത്താൻ പറ്റില്ല. വെറുതെ സന്യസിച്ചത് കൊണ്ട് സന്യാസനാദേവ സിദ്ധിം സമ്മതിക്കച്ചത്. വെറും സന്യാസം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു സിദ്ധിയൊന്നും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല ശ്രീകൃഷ്ണൻ പറയുന്നു, നജ കശ്ചിത് ക്ഷണമപി, ഒരു ക്ഷണം പോലും, ക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ചെറിയൊരു സമയം പോലും, ജാതുതിഷ്ഠത്യകർമ്മ, മനുഷ്യന് കർമ്മം ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല. കാര്യദേഹ്യ അവശക്കർമ്മം, ഞാൻ കർമ്മം ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചു നിന്നാലും അവശനായിട്ട്, അതിന് വഴിപ്പെട്ടിട്ട്, അതാണ് ഇഷ്ടത്തിനല്ല, അവശൻ, തന്റെ വശത്തിലല്ല, അവശനായിട്ട്, പ്രകൃതി ജൈർഗുണൈഹി, എനിക്ക് ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള വളരെ സരളമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലും കർമ്മം ചെയ്യാണ്ട് നിവൃത്തിയില്ല. മാത്രമല്ല കർമ്മേന്ദ്രിയത്തേക്ക് അടക്കുക, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കൈയും കാലും എല്ലാം കർമ്മേന്ദ്രിയങ്ങളാണ്, കൈ കാല് ഇതൊക്കെ, അതിനെ അടക്കിയിട്ട് ചില ആൾ എന്ത് ചെയ്യുന്നറിയോ, മനസാസ്മരൻ, കർമ്മത്തെയൊക്കെ മനസ്സുകൊണ്ട്, ഭോഗവസ്തുക്കളെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒന്നും ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് അവിടെ എത്തി. അവനെന്താ പറയുന്നവരോ, മിഥ്യാചാരം, ഫ്രോഡ്. ഉള്ളിലൊന്നും പുറത്തൊന്നും, ഉള്ളിലാഗ്രഹം പുറത്ത് ആഗ്രഹമില്ല എന്ന് കാണും.
അത് തെറ്റാണ്. അതായത് കർമ്മം ചെയ്യാണ്ടിരിക്കരുത് എന്നുള്ള ഒരു പോയിന്റ്. ഇനി ചിലയാള് യസ്തു ഇന്ദ്രിയാണി മനസാ നിയമ്യ ആരഭത്തെ. ചിലയാൾ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളെ, അതിന്റെ ആഗ്രഹങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കും. എന്നിട്ടോ കർമ്മേന്ദ്രിയായി കർമ്മം കൈയും കാലും കൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ അതിലൊന്നും ആഗ്രഹമില്ല എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് നിയന്ത്രിക്കും. അപ്പൊ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അവനാണ് ഏറ്റവും മിടുക്കൻ എന്നാണ് പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇനി ഈ കർമ്മം തന്നെ 3 തരമുണ്ട്: താമസകർമ്മം, രാജസകർമ്മം, സാത്വിക കർമ്മം. ഇപ്പോ താമസകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് അനുബന്ധം, ക്ഷയം, ഹിംസാം, അനപേക്ഷിത പൗരുഷം. അതിനെ കൊണ്ട് വരുന്ന ദോഷങ്ങൾ, ക്ഷയം, ഹിംസ, ഇതൊന്നും ചിന്തിക്കാണ്ട് തനിക്കത് ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ വെറും അജ്ഞാനം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങള് താമസകർമ്മം. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടും കർമ്മം. പിന്നെ രാജസമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കാമത്തിന് വേണ്ടി, തന്റെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നത്, അത് രാജസകർമ്മം. എന്നാൽ നമുക്ക് വേണ്ടത് സാത്വിക കർമ്മം ചെയ്യണം. അപ്പൊ അങ്ങനെ സാത്വികമായ നന്മ നിറഞ്ഞ, മനുഷ്യ സ്നേഹം നിറഞ്ഞ കർമ്മങ്ങൾ ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ വേറെ എന്തുകൂടി പറയുന്നു: കർമ്മണ്യേവാധികാരസ്തേ. ഭഗവത്ഗീത. കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരം. മാ ഫലേഷു. അതിനെന്താണ് ഫലം കിട്ടുക, അതിനെന്താണ് ഫലം എന്നതിൽ നിനക്ക് നിയന്ത്രണമില്ല. നീ കർമ്മം ചെയ്യുക, ആ കർമ്മം ചെയ്തുകൊണ്ട് അതേ ഫലം തന്നെ കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. മാ കർമ്മഫലഹേതുർഭൂ. ഇങ്ങനെ ഈ ഫലം ഇച്ഛിച്ച് കർമ്മം ചെയ്യുന്നവനാവരുത്. മാതേ സങ്കോസ്തു അകർമ്മണി. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞത് കൊണ്ട് കർമ്മം ചെയ്യണ്ട, അങ്ങനെ പറ്റൂ. അകർമ്മത്തില് നിനക്ക് താല്പര്യവും ഉണ്ടാവും. കർമ്മം ചെയ്യണം, എന്നാൽ ഫലത്തിൽ ഇച്ഛ പാടില്ല. ആ രീതിയിലുള്ള കർമ്മം ചെയ്യണം. ഇനി കർമ്മത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്: യോഗ കർമ്മസു കൗശലം. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിലുള്ള കൗശലമാണ്. ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, എന്റെ വാക്ക് വളരെ ശ്രദ്ധിച്ചിട്ടാണ്. കൗശലം എന്താണ്? കുശം ലാതി ആണ് കൗശലത്തിന്റെ. കുശം എന്ന് പറഞ്ഞ ദർഭപ്പുല്ല. ഈ മഹർഷിമാർക്ക് ഒക്കെ ഈ പിന്നെ കർമ്മത്തിന് ധാരാളം ഈ ദർഭപ്പുല്ലുമാണ്. അപ്പൊ അത് പറിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ വിടും. ശിഷ്യന്മാരെ അത് പറിച്ചു കൊണ്ടുവന്നിട്ടാകുമ്പോ അവരുടെ കൈ പരിശോധിക്കും. കൈ മുറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പുല്ല് പറിക്കുമ്പോ പുല്ല് ഇങ്ങനെ മേലോട്ട് വലിക്കുകയാണെങ്കിൽ നല്ല മിനുസായിരിക്കും, താഴോട്ട് വലിക്കുമ്പോൾ അതിന് മൂർച്ചയായിരിക്കും. അപ്പോ ഈ പുല്ല് പറിക്കുമ്പോ കൈ മുറിഞ്ഞുവെങ്കിൽ അതിനർത്ഥം അവനെ പുല്ല് പറിക്കാനാവില്ല. അതുപോലെ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളു മുറിഞ്ഞാൽ, അതായത് ഉള്ളില് അത് തട്ടിയാൽ, അത് വാസ്തവത്തിൽ അവന് കർമ്മം ചെയ്യാൻ അറിയില്ല. അങ്ങനെ കൗശലമില്ലാത്ത കർമ്മം യോഗമല്ല. യോഗ കർമ്മസു കൗശലം. കർമ്മത്തിലുള്ള ഇത്തരം ഒരു സാമർഥ്യമാണ് യോഗം എന്ന്. അപ്പോ ഗീത കർമ്മശാസ്ത്രമാണെന്ന് പറയുന്നതിനും ചില തെളിവുകളുണ്ട്. ചില ആള് ജ്ഞാനശാസ്ത്രം എന്ന് പറയും. എല്ലാറ്റിനും ഗീത പറ്റുന്നതല്ലേ. അപ്പോ കർമ്മത്തിന്റെ ശാസ്ത്രമായിട്ടും ഭഗവത്ഗീതയെ
അപ്പൊ അതില് എല്ലാ കർമ്മങ്ങളെ പറ്റി കർമ്മണോഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോദ്ധവ്യം. വികർമ്മം അകർമ്മം കർമ്മം ഒക്കെ അതിനെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കണം. വിപരീത കർമ്മം മനസ്സിലാക്കണം, ശരിയായിട്ടുള്ള കർമ്മം മനസ്സിലാക്കണം, കർമ്മത്തിന്റെ ഏറ്റവും എക്സ്പെർട്ടൈസും മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? യോഗസ്ഥ കുരു കർമ്മം. കർമ്മം യോഗത്തിലിരുന്നു കൊണ്ട്. യോഗം എന്നുള്ള വാക്ക് തന്നെ എത്രയോ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ കർമ്മയോഗിയാവും, എന്നിട്ട് കർമ്മം ചെയ്യും. എങ്ങനെ? സംഘം തെക്കുതുവ. അതിനോട് ഒരു അറ്റാച്ച്മെന്റും പാടില്ല. അറ്റാച്ച്മെന്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് സിദ്ധ്യസിദ്ധ്യോഹ സമോഭൂത്വം. അതിൽ നിന്ന് എന്ത് കിട്ടും, എന്ത് കിട്ടില്ല ചിന്തിക്കാൻ പാടില്ല. രണ്ടും ഒരുപോലെ, കിട്ടിയാലും ഇല്ലെങ്കിലും ഒരുപോലെ. അതിനെയാണ് സമത്വം യോഗ ഉച്ചത. ഇങ്ങനെ രണ്ടിലും സമമായി കാണുന്ന ബുദ്ധിയാണ് യോഗം. അപ്പൊ സുകൃതവും ദുഷ്കൃതവും, നല്ല കർമ്മവും ചീത്ത കർമ്മവും ഒന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിധിക്കപ്പെട്ട കർമ്മം അങ്ങ് ചെയ്തേ. അതാണ് തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു. ഇവിടെയാണ് അത് വരുന്നത്. കർമ്മണ്യ അകർമായ പശ്യേത്. കർമ്മത്തില് അകർമ്മത്തെക്കാൾ ധാരാളം കർമ്മം ചെയ്യാം, എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നും. അകർമ്മണിച്ച കർമ്മയ. ചില ആളെന്നാണ് ഒട്ടും ഒരു കർമ്മവും ചെയ്യില്ല, എന്നാൽ അതിൽ ധാരാളം കർമ്മം വരും. ഇങ്ങനെ രണ്ടു തരത്തിലുണ്ട്. കർമ്മത്തിൽ അകർമ്മം, അകർമ്മത്തിൽ കർമ്മം. ഇത് രണ്ടും അറിയുന്നവനാണ് യോഗി. സബുദ്ധിമാൻ മനുഷ്യൻ. സയുക്ത, അവൻ യോഗിയാണ്. കൃത്സ്ന കർമ്മകൃത്, എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവൻ അവൻ. ഇനി നമുക്കെല്ലാം നമ്മൾ കർമ്മം ചെയ്യുന്ന സംശയത്തിനെ പറ്റിയിട്ട് വരുമ്പോഴാണ് ഇത്. പിന്നെ ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിലാണ് കൂടുതൽ കർമ്മത്തിനെ പറ്റി വരുന്നത്. തെക്വ കർമ്മഫലാസംഗം. കർമ്മഫലത്തിനോടുള്ള ആസംഗം, താല്പര്യം. തെക്വ. മാഷ ഒരു മിനിറ്റ്, ഒന്ന് രണ്ട് പേര് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇയർഫോൺ വെക്കുന്നോണ്ടോന്നോ അറിയില്ല. എനിക്കുണ്ട്, മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യൂ. എന്ന് വെച്ചാൽ 2-3 പേരായി ഇപ്പൊ ഇല്ല എന്ന് പറയണു. എനിക്കിപ്പം ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, അടുത്ത് നിൽക്കേ, അടുത്ത് വന്നിട്ട് സംസാരിക്കാം. അങ്ങനെ നോക്കൂ. 1-2 പേര് എല്ലാരും ഓക്കെ അല്ലേ? അബ്ദുൽ ഖാദർജി ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പോഴും ശരിയാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. അപ്പം കർമ്മഫലം അതിനെ ത്യജിച്ചുകൊണ്ട് നിത്യതൃപ്ത, എല്ലാറ്റിലും തൃപ്തി, നിരാശ്രയ, ഒന്നിനെയും ആശ്രയിക്കാതെ, അങ്ങനെ കർമ്മത്തിൽ കർമ്മണ്യ അഭിപ്രവൃത്തോപി, അങ്ങനെ കർമ്മത്തില് ലയിച്ചാൽ, ചെയ്താൽ, നൈവ കിഞ്ചിത് കരോതി സ, അവൻ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്താലും അവൻ കർമ്മം ചെയ്യാത്തത് പോലെയാണ്, സന്യാസിയെ പോലെയാണ്. അതുകൊണ്ട് തസ്മാത് അസക്തഃ, അതിനോട് ഒട്ടിപ്പിടിക്കാതെ കർമ്മം ചെയ്യുക. അസക്തോഹ്യാചരൻ കർമ്മ, അസക്തനായിട്ട് കർമ്മം ചെയ്താല് കർമ്മ പരമാപ്നോതി പുരുഷ, പരമമായിട്ടുള്ള കർമ്മ മോക്ഷപ്രാപ്തി അവന് കിട്ടും എന്ന് കർമ്മത്തിനെ പറ്റിയിട്ടുള്ള കഥ. നമുക്ക് സമയമായതുകൊണ്ട് നിർത്തുന്നു. അപ്പം ധാരാളം കർമ്മത്തിനെ പറ്റിയിട്ടുള്ള ഇനിയും ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, അർജുനൻ കർമ്മം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മടി പിടിച്ച് തലകുനിച്ച് ഇരിക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം കർമ്മൻ
അർജുനൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെ ഗീത കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് കർമ്മയോഗ ദൃഷ്ടിയിൽ പറയാം. ജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കർമ്മത്തിനെക്കാളും ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് അങ്ങനെയും എടുക്കാം. ഞാൻ 4 രീതിയിലുമാണ് പറയാൻ പോകുന്നത്. അതിൽ 2 ഭാഗം പറഞ്ഞു, ജ്ഞാനം, കർമ്മം. നമ്മളെ പകുതി സമയവും കഴിഞ്ഞു. ഇനി 2 ഭാഗമുണ്ട്, ഭക്തിയോഗം, ജ്ഞാനയോഗം. ഭക്തിയോഗം, അതില് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭജിക്കുക, ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക. ചതുർവിധ ഭജന്തേ മാം, എന്നെ 4 തരത്തിൽ ഭജിക്കുന്നു. 4 തരത്തിലുള്ള ഭക്തി. ഇതെല്ലാണ് സുഹൃതികളായിട്ടുള്ളവര്. സുഹൃതികൾക്ക് മാത്രമേ ഈ ഭക്തി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നല്ല നന്മയുള്ളവർക്ക് മാത്രമേ ഉണ്ടാവൂ. 4 തരം എന്ന് വെച്ചാൽ ആർത്തഹ, ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം. ജിജ്ഞാസു, ജ്ഞാനം വേണം എന്ന ആഗ്രഹമുള്ള ആൾ, അതാണ് രണ്ടാമത്തെ. 1 ദുഃഖിക്കുന്ന ആള്, 2 ജ്ഞാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആള്. അർത്ഥാർത്ഥി, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ, അർത്ഥം എന്ന് പറഞ്ഞാല് സ്വത്ത്, സമ്പത്ത്, പണം. പണം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സമ്പത്തും. അർത്ഥത്തെ അർത്ഥിക്കുന്നവൻ, എനിക്കത് കിട്ടണം, എനിക്ക് പണം കിട്ടണം, എനിക്ക് ധാരാളം സമ്പത്തുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവൻ, മൂന്നാമത്തെ വകുപ്പ്. ജ്ഞാനി, നാലാമത്തേത് ജ്ഞാനി. ഇപ്പൊ ജ്ഞാനം കിട്ടിയവനും ജ്ഞാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, അത് 2. പിന്നെ പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അങ്ങനെ 1. ദുഃഖം അനുഭവിക്കുന്നത്. ഇവരൊക്കെ തന്നെ ഭഗവാനെ ആശ്രയിക്കും. അതാണ് ഇത്. ദുഃഖിക്കുന്നവര് ഈശ്വര എന്റെ ദുഃഖം തീർക്കണേന്ന് വിവരിക്കും. പിന്നെ ജിജ്ഞാസു, എനിക്ക് അറിവ് കിട്ടണേന്ന് ആഗ്രഹിക്കും. അർത്ഥാർത്ഥി, എനിക്ക് പൈസ കിട്ടണേ, ധാരാളം, ഒരു വീട് കിട്ടണേ എന്നൊക്കെ ആഗ്രഹിക്കും. ജ്ഞാനി, ജ്ഞാനി ജ്ഞാനം കിട്ടണേ, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഒരവസ്ഥയിൽ എത്തിക്കൊണ്ട് ഇരിക്കും. ഒക്കെ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നാലും ഭഗവാനെ ഭജിക്കും, ഒന്നും ആഗ്രഹമില്ല. ഇങ്ങനെ 4 തരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്ന് ആലോചിക്കേണ്ടത്, പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഭക്തന്മാർ. ചില ആള് പറയും പണം കിട്ടണം പണം കിട്ടണം എന്ന് പറയുന്നവനാണ് അവൻ. അവനെന്ത് ഭക്തനാണ്? അവനും ഭക്തൻ. അങ്ങനെ 4 തരം ഭക്തന്മാരുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല, നമുക്ക് സമയം. 15-ന് ഞാൻ ഈ ഭക്തിയോഗം നിർത്തും. തേജക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാദിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരം. അപ്പോ ഈ ഭക്തിക്ക് ചില ക്വാളിറ്റി ഉണ്ടായാൽ നല്ലതാണ്. എന്തെല്ലാണ്? തേജസ്, ക്ഷമ, ധൃതി ധൈര്യം, ശൗചം ക്ലെൻലിനെസ്, അദ്രോഹ ആരും ദ്രോഹിക്കാതിരിക്കുക, അതിമാനിത അഭിമാനം ഇല്ലാതിരിക്കുക. ഇതെല്ലാം ദൈവീ സമ്പത്താണ്. പിന്നെയോ ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, ഇതൊക്കെ ആസുരീ സമ്പത്താണ്. വിശദീകരിക്കുന്നില്ല, അത് നിങ്ങൾക്ക്. അപ്പം നമുക്ക് പിന്നെ ഈ പ്രേമം അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? കാമവും ത്യാഗവും ചേർന്ന്. അതാണ്. അപ്പം കാമം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു പരുക്കൻ രൂപം, എന്നാല് ത്യാഗവും കൂടി ചേരണം. അപ്പൊ ആ രീതിയിൽ ആ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കണം. ഈ ഭഗവാൻ പറയുന്നത് മയ്യേവ മന ആദത്സ്വ, നിന്റെ മനസ്സ് എന്നിൽ തന്നെ ചേർക്കുക. മൈ ബുദ്ധിം നിവേശ, നിന്റെ ബുദ്ധി എന്നിൽ ചേർക്കും. അപ്പോഴെന്താവും? നിവസിഷ്യതി മയ്യേവ, നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ ചേർത്താൽ നീ എന്നിൽ തന്നെ ജീവിക്കും.
എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഭഗവാന്റെ ദിവ്യ രൂപം കാണിച്ചു കൊടുക്കും. അർജുനൻ ആവശ്യപ്പെട്ടിട്ടാണ് ഈ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ വിശ്വരൂപം കണ്ടാൽ നമുക്കും ഭഗവാൻ ഇന്ന കഴിവൊക്കെയുള്ള ആളാണെന്ന് നമ്മൾ അറിഞ്ഞാൽ ഭഗവാനോട് ഭക്തി സ്വാഭാവികമായിട്ടും തോന്നും, ഉള്ള ഭക്തി വർദ്ധിക്കും. അത് അർജുനൻ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. നിന്നെ കാണുമ്പോഴേ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു, നീ ഇനി ഈ രൂപം കാണിക്കണ്ട. മാത്രല്ല ആ രൂപം കാണിച്ചതിന്റെ ശേഷം അത് 11-ാം അധ്യായമാണ്. പിന്നീട് അർജുനൻ ഈ കരച്ചിലും ശ്രീകൃഷ്ണനോട് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞത് അതുപോലെ കേൾക്കുക എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് ശ്രീകൃഷ്ണനിൽ സർവവും അർപ്പിക്കേണ്ട അവസ്ഥ വന്നു. അതായത് ഭഗവാന്റെ യഥാർത്ഥ രൂപം, ഈ വിശ്വരൂപം നമ്മളും അറിയണം. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ. എല്ലാ ധർമ്മങ്ങളും, ധർമ്മം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എല്ലാവരും റിലീജിയൻ എന്ന് പറയും. റിലീജിയൻ അല്ല ധർമ്മം, അങ്ങനെ പറയാൻ പറ്റില്ല. അത് മതം മറ്റേ പറയാന്ന് മാത്രം. മതം പോലും ശരിയാണെന്ന് അറിയും. ഏതായാലും ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഭാവനയും ഒക്കെ ധർമ്മത്തിൽ. ഏതുകൊണ്ടാണോ ഈ ശരീരം നിലനിൽക്കുന്നത് അതൊക്കെ ധർമ്മമാണ്. ധൃതി, ധരിക്കുക എന്നുള്ളതിലാണ് ധർമ്മം എന്ന് വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ ശരീരം നിലനിർത്താനുള്ള എല്ലാ കർമ്മങ്ങളും ധർമ്മത്തിൽ പെടും. ഇദ്ദേഹം പറയുന്നത് നീ എല്ലാ ധർമ്മവും, മുമ്പേ കർമ്മത്തിൽ വേറെ എന്ന് പറഞ്ഞു, ഇവിടെ പറയുന്നത് എല്ലാ ധർമ്മവും ഉപേക്ഷിച്ചിട്ട് മാം ഏകം ശരണം പറയുക, എന്നെ ഒരാളെ മാത്രം ശരണം പ്രാപിച്ചോളൂ. അന്നേരം എന്ത് ചെയ്യും? അഹം, ഞാൻ, ത്വാം, നിന്നെ, അർജുനനെ, സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി, നീ ചെയ്ത പാപങ്ങളെ മുഴുവനും, അതിൽ നിന്ന് മുഴുവനും നിന്നെ ഞാൻ മോചിപ്പിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് പറയുന്നു, ആ ബ്രഹ്മഭുവനാൽ ലോകാഹ പുനരാവർത്തിന. എല്ലാ ഭഗവത്ഗീതയിൽ നിന്നുള്ള കോട്ടിങ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ബ്രഹ്മം മുതൽ ഈ ലോകം വരെയുള്ള എല്ലാ ലോകങ്ങളും പുനരാവർത്തിന, റീബർത്തും, ലോകത്തിനും ബർത്ത്, അത് പിന്നെയും ഉണ്ടായി വരും. മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മനവി. എന്നാൽ എന്നിൽ ലയിച്ചാൽ അവന് പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരും. പുനർജന്മ വിദ്യതേ. മാത്രമല്ല ഭക്തനെ പറ്റി അദ്ദേഹം പറയുന്നറിയോ, തേഷാമഹം സമുദ്ധർത്ത, അവരെ എല്ലാം ഞാൻ സമുദ്ധരിക്കും, ഉയർത്തും. ഞാൻ ഉയർത്തും എന്ന് പറയുന്നത് ഏതിൽ നിന്ന്? മൃത്യു സംസാര സാഗര, സാഗരത്തിൽ നിന്ന് ഉയർത്തും, കടലിൽ നിന്ന് പൊക്കിയെടുക്കും ഞാൻ. എന്ത് കടലാണ്? മൃത്യു സംസാര സാഗരം, മരണം, ഈ ലോകം, ഇത് രണ്ടിൽ നിന്നും ഞാൻ അവനെ മോചിപ്പിക്കും. അവർക്ക്, എന്നിൽ തന്നെ ലയിച്ചവർക്ക് നാശമില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മയ്യേവ മന ആദത്സ്വ, മൈ, എന്നിൽ തന്നെ നിന്റെ മനസ്സ് മുഴുവനും തന്നേക്കുക. മൈ ബുദ്ധിം നിവേശയ, മനസ്സിനെയും ബുദ്ധിനെയും വേറെ വേറെ ആയിട്ട് കാണും. മനസ്സ് ചഞ്ചലമാണല്ലോ. ബുദ്ധി എന്ന് പറയുന്നത് തീരുമാനം എടുക്കുന്ന നമ്മുടെ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോ എന്നിൽ തന്നെ മനസ്സ് അടക്കുക, എന്നിൽ തന്നെ ബുദ്ധിയെയും പ്രവേശിപ്പിക്കും. അപ്പൊ എന്താവും? നിവസിഷ്യസി മയ്യേവ, നീ മൊത്തം എന്നിൽ തന്നെ വസിക്കും.
അത ഊർധ്വം ന സംശയ. ഇതിന്റെ ശേഷം നീ എന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയതിന് ശേഷം അതിന് ശേഷം നീ എപ്പോഴും നീ എന്നിലായിരിക്കും ജീവിക്കുക. നീ പൂർണ്ണമായും നീ എന്നിൽ ചേരും, ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഭക്തിയോഗം. അപ്പൊ ആദ്യം ജ്ഞാനയോഗം പറഞ്ഞു, പിന്നെ കർമ്മയോഗം പറഞ്ഞു, ഇവിടെ ഭക്തിയോഗം. ഇനിയാണ് നമ്മുടെ രാജയോഗം. രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ പ്രധാനമായിട്ടും ഭഗവത്ഗീതയിൽ 6-ാം അധ്യായം. രാജയോഗം എന്ന് പറഞ്ഞാൽ ധ്യാനയോഗം എന്നെടുക്കണം. നമ്മള് പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തെ രാജയോഗം, പതഞ്ജലിയുടെ യോഗത്തെ രാജയോഗം എന്നാണ് പറയുന്നത്. വൈ? അത് ധാരണ, ധ്യാന, സമാധിയാണ് അതിന്റെ ഫൈനൽ പോയിന്റ്. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ധ്യാനയോഗം ഭഗവത്ഗീതയിലെ 6-ാം അധ്യായം. കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. അതിലത്തെ കുറെ ശ്ലോകങ്ങളാണ് ഞാനിപ്പോ ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിൽ ചിലതിക്കലൊക്കെ ആത്മൈവഹ്യ ആത്മനോ ബന്ധു, നിനക്ക് നീ തന്നെയാണ് ബന്ധു, നീ തന്നെയാണ് ശത്രു. എന്തിനാണ് ഇത് പറയുന്നത്? നീ നിന്റെ നല്ല വഴി നീ തന്നെ കണ്ടുപിടിക്കണം എന്ന് ശ്രീകൃഷ്ണൻ പല സ്ഥലത്തും പറയും. അപ്പം ഇതിൽ പറയുന്നത് ബന്ധുരാത്മാത്മനസ്തസ്യ, ആത്മാവിന് ആത്മാവ് തന്നെയാണ് ബന്ധു. ഏന ആത്മയും ആത്മനാജിത, തന്നിൽ തന്നെ താൻ തന്നെ ജയിക്കുക. അപ്പൊ ഇവിടെ ആത്മാന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ വരും. ഒന്ന്, ഈ പരിശ്രമിക്കുന്ന ആത്മാ, അത് യഥാർത്ഥ ആത്മാവല്ല, പരമാത്മാവ് എന്ന് പറയുന്നത് വരും. അപ്പൊ ഈ ആത്മാവ്, ഈ പുറത്തുള്ള ഈ വ്യക്തി പരിശ്രമിച്ച് ആത്മാവിലെത്തണം. അത് മറ്റേ അനാത്മനസ്തോ ശത്രുത്വേ വർത്തേത ആത്മൈവ ശത്രു. ഈ ആത്മാവിൽ എന്ന് പറഞ്ഞതാണ് ഉള്ളിലുള്ള ആത്മാവ്. അതിൽ വർത്തിക്കാത്തവന് അവന്റെ ആത്മാവ് ശത്രുവായിട്ട് വരും. ഇവരുടെ ആത്മാവ് ഏതാണ്? നമ്മളെ ശരീരം. ശരീരം മറ്റേതിന് ശത്രുവായിട്ട് വരും എന്ന് 6-ാമത്തെ ശ്ലോകമാണ്. ഇനി ധ്യാനം എങ്ങനെ ചെയ്യണം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് ഞാൻ ശ്ലോകം വായിക്കാം, ശ്രദ്ധിച്ചോളാം. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ. 6-ാമത്തെ അധ്യായത്തിലെ 11-12 ശ്ലോകങ്ങളാണ്. ധ്യാനത്തിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് ഇവിടെ വരുന്നത്. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ, ശുചി, നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, ശുചിയായിട്ടുള്ള സ്ഥലത്ത്, ദേശത്ത് ഇരുന്ന്, ശുചൗദേശേ പ്രതിഷ്ഠാപ്യ, പ്രതിഷ്ഠിതമായിട്ട്. എന്താണ് പ്രതിഷ്ഠിക്കേണ്ട? ആസനം. അതാണ് സ്ഥിരമാസനം. ആത്മനഃ, സ്ഥിരസുഖമാസനം എന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഇവിടെയും അത് ബാധകം. ഒന്ന്, ഇരിക്കേണ്ട സ്ഥാനത്തിനെയും ആസനം എന്ന് പറയും. ഇരിക്കുന്ന ആ ഒരു പോസ്, അതിനെയും ആസനം എന്ന് പറയും. ഒന്ന് യോഗാസനം എന്ന് പറഞ്ഞിട്ട് നമ്മള് പത്മാസനം, അതെല്ലാം ആസനങ്ങൾ. ഇരിക്കുന്ന ഏതിന്റെ മേലെ ഇരിക്കുന്നോ അതും ആസനം. അപ്പൊ എന്താണ്? അത് ശുചിയുള്ള ദേശത്തായിരിക്കണം ഈ ആസനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇരിക്കേണ്ടത്. അത് സ്ഥിരമായിട്ടുള്ള ആസനമായിരിക്കണം. ആ ആസനം, അതായത് ഇരിക്കുന്ന സ്ഥലം, ഇരിക്കുന്ന പലക അല്ലെങ്കിൽ വിരി, ആ സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണം? ന അത്യുച്ഛ്രിതം ന അതിനീചം. വളരെ ഉയരത്തിലുള്ള സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല, വളരെ കുഴിയിലും ഇരിക്കാൻ പാടില്ല. അത്യുച്ഛ്രിതം അതിനീചം പാടില്ല. പിന്നെ ഇതിലെ എന്താണ് വിരിക്കേണ്ടത് എന്ന് വരെ പറഞ്ഞു. നമ്മളിപ്പോ
പിന്നെ നമ്മള് അതിന്റെ ബാഗിലുണ്ടാവും. നമ്മൾ പുറത്ത് പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ സാധാരണ നമ്മളെ മാറ്റാണ് വിരിക്കുക. ഇതില് വിരിക്കുന്നതിന് പ്രത്യേകത നോക്കിക്കോളാം. ചൈല അജിന കുശ ഉത്തരം. ഏറ്റവും അടിയിൽ കുശ, പുല്ല്, പുൽപ്പായ നമ്മൾ എടുത്തുള്ള കുശ. അതിന്റെ ശേഷം അതിന്റെ മേലെ അജിനം, മാൻതോല് വിരിക്കണം. അതിന്റെ മേലെ ചേല, നല്ല പട്ട് വസ്ത്രം വിരിക്കണം. പടിയിലെ റഫ്, നടുക്ക് മാൻതോല്, അതിന്റെ മേലെ പട്ട് വസ്ത്രം, നല്ല സ്വസ്ഥമായിട്ട്. അത് സ്ഥിരമാസനം, അധിക ഉയരത്തിലോ താഴെയോ പാടില്ല. ഇത്ര സൂക്ഷ്മമായിട്ട് പറഞ്ഞു. തത്ര, അവിടെ സ്ഥിര ആസനം വെച്ച് അതിന്റെ മുകളിലാണ് ഇരിക്കേണ്ടത് അർത്ഥം. നമ്മള് ആസനത്തിരുന്ന് തത്ര ഏകാഗ്രം മനഃ കൃത്വ, അവിടെ മനസ്സിനെ ഏകാഗ്രമാക്കണം. അപ്പോ ഇരിക്കുന്ന സ്ഥലവും നോക്കണം, ഇരിക്കുന്ന പോസും, പത്മാസനമോ മറ്റു ആസനത്തിൽ ഇരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ഥിരമാസനം, ആ ആസനെ ഉപവിശ്യ, ഇരുന്നിട്ട് ഏകാഗ്രം മനഃകൃത്വ, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് യഥചിത്ത ഇന്ദ്രിയക്രിയാഹ, അതിലിരുന്നിട്ട് തന്റെ ചിത്തം, ഇന്ദ്രിയ, മനസ്സും ഇന്ദ്രിയവും, അതിന്റെ ക്രിയകളെ, ചിത്തവൃത്തികൾ എന്നർത്ഥം, ക്രിയകളെ യഥം, നിയന്ത്രിച്ചിട്ട് ആത്മവിശുദ്ധയിൽ യോഗം യുഞ്ച, തന്റെ ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, വിശുദ്ധിക്ക് വേണ്ടിയിട്ട് യോഗം ചെയ്യണം. അപ്പൊ കൃത്യമായിട്ട് ധ്യാനയോഗത്തിൽ പറയുന്നത് 6-ാം അധ്യായം. 6-ാം അധ്യായത്തിൽ 11 12 ശ്ലോകം. പിന്നെ പ്രാണായാമത്തിനെ പറ്റി പറയുന്നു. അപാനേ ജിഹ്വതി പ്രാണം, ഒരു സ്ഥലത്ത് പറയുന്നത്. അപാനനും പ്രാണനും രണ്ടാണ്. ഒന്ന് പുറത്തേക്കുള്ള ശ്വാസം, മറ്റേത് അകത്തേക്കുള്ള ശ്വാസം. അപ്പോ അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ഹോമിക്കണം. ഇത് കുംഭകം വരും. അപ്പൊ പ്രാണ ആപാന ഗതി രുത്വ, പ്രാണന്റെയും അപാനന്റെയും ഗതി രുത്വ. ഇപ്പൊ കുംഭകം 2 തരത്തിലുണ്ടല്ലോ, പൂരക കുംഭവും രേചക കുംഭവും. രണ്ടും ചെയ്തിട്ട് പ്രാണായാമ പരായണ, പ്രാണായാമത്തിൽ മുഴുകുന്നവരായിരിക്കണം എന്ന് പറയുന്നു. പിന്നെ യുക്താഹാര വിഹാരസ്യ, ആഹാരവും വിഹാരവും, ഭക്ഷണവും അതിന്റെ ശേഷമുള്ള പ്രവർത്തനങ്ങളും യുക്തമായിരിക്കണം, യോജിച്ചതായിരിക്കണം. കർമ്മസു യുക്തചേഷ്ടസ്യ, എല്ലാ കർമ്മങ്ങളിലും യുക്തമായിട്ടുള്ള, യോജിച്ചത്, നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിന് യോജിച്ച കർമ്മങ്ങളിൽ മാത്രമേ പെടാം. യുക്ത സ്വപ്നാവബോധസ്യ, ഉറക്കം, ഉണർച്ച, അതും യുക്തമായിരിക്കണം, വേണ്ടത് മാത്രം. അങ്ങനെയുള്ളവന് യോഗോ ഭവതി ദുഃഖ, അവന് യോഗം ദുഃഖ, ദുഃഖത്തെ ഹനിക്കുന്നതായിരിക്കും. അവന് ദുഃഖനാശമുണ്ടാകും യോഗം കൊണ്ട്. യോഗ ചിത്തവൃത്തികളൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, നമ്മൾ ഇതിലുള്ളത് മാത്രം. ഇനി ധ്യാനത്തിന്റെ എങ്ങനെയെന്ന് പറഞ്ഞത്, സമം കായ ശിരോ ഗ്രീവം, നമ്മൾ സാധാരണ എല്ലാം പറയും. കായം ബോഡി, ശിര തല, ഗ്രീവം കഴുത്ത്, ഇത് മൂന്നും സമം, നല്ല കുത്തനെ വരണം. ധാരയൻ അചലം, ചലിക്കാതെ അനങ്ങാതിരിക്കണം. സ്ഥിര, സ്ഥിരമായിട്ടിരിക്കണം. എന്നിട്ടോ സംപ്രേക്ഷ്യ നാസികാഗ്രം, തന്റെ നാസികയുടെ അഗ്രം, മൂക്കിന്റെ അറ്റം
അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നാസികാഗ്രം എന്നുള്ളതിന് 2 തരത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. ഒന്ന് മൂക്കിന്റെ അറ്റം എന്നും മൂക്കിന്റെ തുടക്കം, അതായത് ഭ്രൂമധ്യം എന്നും 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഏതായാലും ദിശശ്ച അനവലോകയൻ, മറ്റ് ദിക്കുകളിലേക്കൊന്നും നോക്കാൻ പാടില്ല, ഒറ്റ സ്ഥലത്ത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ ശനൈരുപരമേത്, സാവധാനത്തില് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ, തന്റെ ബുദ്ധിയെ ധൈര്യപൂർവം പിടിച്ചെടുത്തിട്ട് എല്ലാറ്റിനിൽ നിന്നും പിൻവലിച്ച് ആത്മസംസ്തംഭനകൃത്വ, തന്നിൽ തന്നെ മനസ്സിനെ ചേർക്കണം. ന കിഞ്ചിദപി ചിന്തയേത്, അങ്ങനെ ചേർത്തതിന് ശേഷം പിന്നെ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ എന്താണ്ടാവും? പ്രശാന്താത്മാ, അവൻ പ്രശാന്തമായിട്ടുള്ള ആത്മാവായി തീരും. വിഗതഭീഹി, ഒരു ഭയം ഉണ്ടാവില്ല. പിന്നെ ബ്രഹ്മചാരി വ്രതേ സ്ഥിത, ഒരു ഘട്ടത്തിലെത്തുമ്പോ ബ്രഹ്മചാരി വ്രതം. എന്നിട്ട് മനസ്സംയമ്യ, മനസ്സിനെ സംയമനം ചെയ്ത് മച്ചിത്ത, തനിൽ തന്നെ ചിത്തത്തെ ചേർത്ത്, അങ്ങനെയുള്ളവനാണ് യുക്ത. യുക്ത എന്ന് പറഞ്ഞാൽ യോഗി. ഇനി മനസ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യോത്തരമുണ്ട്, നമുക്കറിയാലോ. മനഃപ്രശമനോപായ യോഗ, അതിവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു. ചഞ്ചലം ഹി മനഃ കൃഷ്ണ. അർജുനന്റെ ചോദ്യമാണ്, ഹേ കൃഷ്ണ, മനസ്സ് ചഞ്ചലമാണ്, അതിനെ അടക്കുന്നത് വായോരിവ സുദുഷ്കരം. വായുവിനെ നമുക്ക് കൈകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റൂ? അടക്കി നിർത്താൻ പറ്റൂ? അല്ലെങ്കിൽ ഏതിനെ കൊണ്ടെങ്കിലും വായുവിനെ അടക്കാൻ പറ്റുമോ? നമ്മൾ അടക്കുന്നതിനേക്കാളും ശക്തിയിൽ വായു അടി എന്ന് അർജുനൻ ചോദിക്കുന്നതിനെ സാധാരണ ശ്രീകൃഷ്ണൻ മറുപടി എതിരായിട്ടാ പറയാം. പക്ഷെ ഇവിടെ മാത്രം ശ്രീകൃഷ്ണൻ പറഞ്ഞു, അസംശയം മഹാബാഹോ, നീ പറയുന്നത് വളരെ ശരിയാണ്, ഒരു സംശയമില്ല. മനോ ദുർനിഗ്രഹം ചലം, മനസ്സ് അടക്കാൻ പറ്റാത്തതും ദുർനിഗ്രഹം, ചലം, ചലിച്ചുകൊണ്ടിരിക്കുന്നതും, അതിനെ അടക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അസാധ്യമല്ല. അദ്ദേഹം പറയുന്നു, പതഞ്ജലി പറഞ്ഞ അതേ കാര്യം ഇവിടെ പറയുന്നു. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ പിടിക്കാം. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ, പതഞ്ജലി. അത് തന്നെ ഭഗവാൻ ഇവിടെയും പറഞ്ഞു. ഇത് ഭഗവത്ഗീത യോഗശാസ്ത്രമാണ് എന്നതിന് ധാരാളം തെളിവുകളിൽ ഒന്നിതാണ്. അപ്പൊ അങ്ങനെ ഈ മനസ്സിനെ അടക്കി മുന്നോട്ട് പോകണം എന്ന് പറയാം. സുഖമാത്യന്തികം എത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. സുഖം, ആത്യന്തികമായിട്ടുള്ള സുഖം ഏതാണ് ചോദിച്ചാൽ അത് ബുദ്ധി കൊണ്ട് നേടേണ്ടതാണ്, ഇന്ദ്രിയം കൊണ്ട് കിട്ടുന്നതല്ല. അതീന്ദ്രിയമാണ്. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും എല്ലാം അനുഭവിക്കുന്നതാണ് ഇന്ദ്രിയം. അതുകൊണ്ട് കിട്ടുന്ന സുഖം ആത്യന്തിക സുഖമല്ല, അതിന് നാശമുണ്ട്. എന്നാൽ ബുദ്ധി കൊണ്ടുള്ള സുഖം അത് എത്രയായാലും നശിക്കില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ചലതി, സുഖത്തിൽ നിന്ന് ചലിക്കാത്ത ഒരു സുഖം ഏതാണ്? അത് ബുദ്ധിഗ്രാഹ്യമാണ്. അതുകൊണ്ട് ഈ യോഗി യുഞ്ജന്നേവം സദാ ആത്മാനം, ആത്മാവിനെ ഇതുപോലെ സദാ യോജിപ്പിച്ചുകൊണ്ട്, ആത്മാവിനോട് യോജിപ്പിച്ചുകൊണ്ട്, വിഗത കൽമഷ, എല്ലാ പാപങ്ങളും അതേപോലെ പിന്നെ കൽമഷങ്ങളും, വിഗത കൽമഷ, പാപം അകന്ന യോഗി അവൻ എന്ത് ചെയ്യും? ആത്യന്തികം സുഖം അശ്നുതേ, ഏറ്റവും വലിയ സുഖത്തെ അവൻ അശിക്കും, ഭക്ഷിക്കും.
എന്ന് പറയും. ഇനി മരണത്തിന്റെ സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭൂർമധ്യേ പ്രാണമാവേശ്യ രാജയോഗത്തിന്റെ വലിയ ലക്ഷണമാണ്. തന്റെ ഭ്രൂമധ്യത്തിൽ, നെറ്റിയുടെ മധ്യത്തിലെ പ്രാണനെ ആവേശിപ്പിക്കണം. അങ്ങനെ മരിക്കണം സാധിക്കുമെങ്കിൽ. അങ്ങനെ വന്നാൽ അവന് മോക്ഷം കിട്ടും. അപ്പൊ അവൻ ശാന്തരജസം, രജസ്സൊക്കെ നശിച്ചവനായിരിക്കും. അവന് അനേക ജന്മസംസിദ്ധ തതോയാതി പരാംഗതി. ഇങ്ങനെ അനേക ജന്മത്തിൽ പരിശ്രമിച്ച അവസാനം അവന് പരമമായിട്ടുള്ള ഗതിയെ പ്രാപിക്കും. യോ അന്തസുഖ അന്തരാരാമ, ആരാണോ അന്തസുഖം, സ്വന്തം ഉള്ളിൽ തന്നെ സുഖം കണ്ടെത്തുക, അന്തരാരാമ, അതിൽ തന്നെ രസിക്കുക, അന്തർജ്യോതി, തന്റെ ഉള്ളിലുള്ള ജ്യോതിസിനെ പ്രത്യക്ഷമാക്കും, അവൻ സയോഗി ബ്രഹ്മനിർവാണം അധിഗച്ഛതി. ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂത അധിഗച്ഛതി. ആ ബ്രഹ്മഭൂതനായിട്ടുള്ള യോഗി ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നിർത്താം. ഇത് രാജയോഗ ഇതില് കുറച്ചാണോ ഉള്ളത്? കർമ്മയോഗയ്ക്ക് ആണോ? അങ്ങനെ വല്ലതുണ്ടോ ഇതില്? അതൊന്നുമില്ല. അത് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം മാതിരിയാണ്. ശങ്കരാചാര്യര് ഇതിന് തനി ജ്ഞാനയോഗമായിട്ടാണ് പറഞ്ഞത്. അതെ അതെ. വ്യാഖ്യാനത്തിനനുസരിച്ചിരിക്കുമല്ലേ? അതെ. അതേപോലെ പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാന്ദ്ര എന്താണ് അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞത്, ഗീതാ രഹസ്യം ഗാലഗംഗാധര തിലകൻ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് കർമ്മയോഗമാണ്. അതെ അതെ. അന്നേരം 6-ാം അധ്യായം വായിച്ചാൽ, ധ്യാനയോഗം വായിച്ചാൽ അത് തനി നമ്മുടെ രാജയോഗമാണ്. ഈ പറഞ്ഞില്ലേ എങ്ങനെ ഇരിക്കണം ധ്യാനിക്കാൻ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരാൾക്കും പറ്റിയതാണ്. അതാണല്ലോ ഭഗവത്ഗീത എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ പിന്നെ മതക്കാർക്കും ഇഷ്ടം. അതായത് ഈ പിന്നെ ഇതിലുണ്ട്, ശങ്കരാചാര്യരുണ്ട്, മറ്റവരുണ്ട്, എല്ലാവർക്കും ഭഗവത്ഗീത സമ്മതമാണ്. കാരണം ഇതാണ്, എല്ലാറ്റിനെയും സമഗ്രമായിട്ട് അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. രാജശേഖരൻ നായർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തോ? നമസ്തേ. അധ്യായവും ശ്ലോകത്തിന്റെ നമ്പറും ഒന്ന് കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതിപ്പം പിന്നെ ഇപ്പൊ അല്ലെങ്കിൽ ഇതിലിട്ടാലും മതിയായിരുന്നു. അതില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് അതുകൊണ്ട് ഞാൻ അത് നോക്കിയിട്ട് അതിൽ സെലക്ട് ചെയ്താണ്. അതിലെല്ലാം കൃത്യമായിട്ട് അധ്യായവും അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്തോളൂ. സാറിന്റെ വ്യാഖ്യാനമാണോ? എന്റെ വ്യാഖ്യാനമുണ്ട്. അവൈലബിൾ ആവുമോ? കിട്ടാൻ മാർഗമുണ്ടോ? ഇപ്പൊ കുറച്ച് കോപ്പി ബാക്കിയുണ്ട്, നമുക്ക് കിട്ടിക്കാം. ചേച്ചിയുള്ളവര് നോക്കാം. അത് അതിന്റെ പേര് ഞാൻ കാണിക്കാം. കണ്ടില്ലേ? യോഗവും ചതുർയോഗ സംഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ്. ചതുർയോഗം, 4 യോഗങ്ങള്. എന്റെ പേര് തന്നെയാണ്. ഇതല്ലേ കൈതപ്പുറം വാസുദേവൻ നമ്പൂതിരി പറഞ്ഞ പേരിൽ തന്നെ ആണ് പബ്ലിഷ് ചെയ്തത്. ഇത് കുറച്ച് കൊല്ലായി, 5-10 കൊല്ലായി തോന്നുന്നു തയ്യാറാക്കി. 2016 സെക്കൻഡ് എഡിഷൻ. അപ്പൊ അതിന് മുമ്പേ ചെയ്തില്ല. എനിക്ക് ഇപ്പൊ ഓർമ്മയൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്തു വന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ക്ലാസ് എടുക്കുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അത് അന്വയാർത്ഥം, വ്യാഖ്യാനം അങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത്. അബ്ദുൽ ഖാദർജി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. 4-11-12 അതോ 4-11-12 ശ്ലോകത്തിൽ ധ്യാനപീഠത്തെ കുറിച്ച് 4 അടുക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ. പുല്ല്, മാൻ തോല്, പട്ട്, വസ്ത്രം.
നാലാമത്തത് ഏതാണെന്ന്. പുല്ല് 4ന്റെ 3 ഉള്ളൂ. ഓക്കെ ശൈലാജിന കുശോത്തരം. ഓക്കെ ശൈലം എന്ന് പറഞ്ഞാൽ ചേല, ഇത് സാരി. സാരി എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രം എന്നർത്ഥം. അജിനം എന്ന് പറഞ്ഞാൽ മാൻതോല്. കുശം എന്ന് പറഞ്ഞാൽ പുല്ല്. ഓക്കെ ഈ 3 എണ്ണം അത്രേ ഉള്ളൂ. ശൈല, അജിന, കുശ, ഉത്തരം. ഒന്നിന്റെ മേലെ ഉത്തരമായിട്ട് എന്റെ മേലെയായിട്ട് വേറൊന്ന് അങ്ങനെ അങ്ങനെ. അതാണ് ആസനം. അതിന്റെ മേലെ ഒരു ആസനമുണ്ട്. എന്തെന്ന്? നമ്മൾ ഇരിക്കുന്ന ആസനം, പത്മാസനം അല്ലെങ്കിൽ ഏത് ആസനം വെച്ചാൽ അത്. അത് കൂട്ടിയിട്ടാ 4. അത് കൂട്ടിയിട്ട് വേണമെങ്കിൽ 4 ആക്കും. അത്രേ ഉള്ളൂ. ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥവും സാധാരണയേ ഉണ്ട്. ആസനം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം, വസ്തു എന്നല്ലേ അതിനെ ആസനം എന്ന് പറയുക. ചെയർ ഒരു ആസനമാണ്.